ടുഡേയ്സ് ചാണക്യയുടെ നമുക്ക് വളരെയധികം ആധികാരികമെന്ന് വിചാരിക്കുന്ന ടുഡേയ്സ് ചാണക്യയുടേതായിട്ട് ഇപ്പോൾ പ്രഡിക്ഷൻ വന്നിട്ടുള്ളത് തമിഴ്നാട്ടിൽ ഏകദേശം 6 മുതൽ 10 സീറ്റ് വരെ തമിഴ്നാട്ടിൽ വിജയിക്കുമെന്ന് പ്രഡിക്ഷൻ വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കർണാടക, തെലങ്കാന, ആന്ധ്ര ഈ 3 സംസ്ഥാനങ്ങളിലും BJP ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ പാർട്ടിയായി മാറുന്നു എന്നുള്ളതാണ്. അപ്പം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ദക്ഷിണേന്ത്യയെയും ഉത്തരേന്ത്യയെയും ഭിന്നിപ്പിക്കാനും രാജ്യത്ത് വിഘടനവാദം ഉണ്ടാക്കാനും കോൺഗ്രസും കൂട്ടാളികളും ചേർന്ന് നടത്തിയിട്ടുള്ള പ്രചരണത്തിനേറ്റ ശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് സംഭവിച്ചിട്ടുള്ളത്. രാജ്യത്തെ വിഘടിപ്പിക്കാൻ വേണ്ടി, രാജ്യത്തെ ജനങ്ങളെ വിഘടിപ്പിക്കാൻ വേണ്ടി ദക്ഷിണേന്ത്യക്കാരെ കണ്ടാൽ ആഫ്രിക്കക്കാരെ പോലെയാണെന്നും ഉത്തരേന്ത്യക്കാരെ കണ്ടാൽ അറബികളെ പോലെയാണെന്നും നോർത്ത് ഈസ്റ്റുകാരെ കണ്ടാൽ ചൈനക്കാരെ പോലെയാണെന്നും ഒക്കെ പറഞ്ഞു വെച്ച കോൺഗ്രസിന്റെ വിഭജന രാഷ്ട്രീയത്തോട്, വിഘടനവാദ രാഷ്ട്രീയത്തോട് ദക്ഷിണേന്ത്യയിലെ ജനങ്ങളും ഉത്തരേന്ത്യയിലെ ജനങ്ങളും നോർത്ത് ഈസ്റ്റിലെ ജനങ്ങളും ഒക്കെ ഒറ്റക്കെട്ടായി നിന്ന് മറുപടി നൽകിയിരിക്കുകയാണ്. ഭാരതം ഒന്നാണ് എന്നുള്ള സന്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ആന്ധ്രയിലും തെലങ്കാനയിലും അടക്കമുള്ള സ്ഥലങ്ങളിൽ BJP ഇത്തവണ നടത്താൻ പോകുന്ന മുന്നേറ്റത്തെക്കുറിച്ച് കൃത്യമായി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ രാഷ്ട്രീയ പണ്ഡിറ്റുകളിൽ പലരും അത്തരം കാര്യങ്ങളൊക്കെ പരാമർശിച്ചിരുന്നു. പക്ഷേ കേരളത്തിലെ ജനം TV ഒഴികെയുള്ള മാധ്യമങ്ങൾക്ക് മാത്രമാണ് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടാതിരുന്നത്. അവരായിരുന്നു കഴിഞ്ഞ കുറേ ദിവസമായി അടുപ്പ് കൂട്ടി ചർച്ച നടത്തി ഇതാ BJP തോൽക്കാൻ പോകുന്നത് എന്ന് പ്രവചന മത്സരം നടത്തിയിരുന്നത്. പല ആളുകളും നമ്മുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി, നമ്മുടെ AICCയുടെ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ വിളിച്ച് 240 സീറ്റിൽ താഴെ മാത്രമേ NDAക്ക് കിട്ടുകയുള്ളൂ, നിങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് തയ്യാറായിക്കൊള്ളൂ, ഇതെന്റെ പ്രവചനമാണ് എന്ന് എഴുതി വെച്ചുകൊള്ളൂ എന്ന് ചില സേറന്മാരൊക്കെ മരമുറിച്ചാനെന്ന് വിളിച്ചു പറഞ്ഞതായി ഞങ്ങളൊക്കെ അറിഞ്ഞു. അപ്പൊ അത്തരം സാഹചര്യങ്ങൾ ഒക്കെ ഇവിടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇങ്ങനെ ചർച്ച നടത്തി ഉണ്ടാക്കിയതിനപ്പുറം ഏതെങ്കിലും തരത്തിൽ ഈ ഇന്ത്യ മുന്നണിക്കോ കോൺഗ്രസിനോ രാജ്യത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. കേരളത്തിലെ ജനങ്ങളും ഒരു ബദൽ രാഷ്ട്രീയത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ള വ്യക്തമായ സൂചന നൽകുന്നതാണ്. BJPയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിക്കാൻ പോവുകയാണ്. കേരളത്തിൽ BJP ഒരു ചെറിയ പാർട്ടിയാണ്, BJPക്ക് മാധ്യമങ്ങളിൽ സ്പേസ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന മാധ്യമപ്രവർത്തകരടക്കം കേരളത്തിലുണ്ട്. നമുക്കറിയാം, അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമായി അസഹിഷ്ണുതയോടെ BJPയെയും ദേശീയ ജനാധിപത്യ സഖ്യത്തെയും സമീപിച്ചവരാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ. പക്ഷേ കേരളത്തിലെ ജനങ്ങളും അതിൽ മറുപടി കൊടുക്കുകയാണ്. രാജ്യത്തുടനീളം നരേന്ദ്രമോദിക്ക് അനുകൂലമായി BJPക്ക് അനുകൂലമായി ഉണ്ടായിട്ടുള്ള വലിയ തരംഗമുണ്ട് എന്ന് ഈ നിമിഷമെങ്കിലും അവർക്ക് സമ്മതിക്കേണ്ടി വരും. എന്തായാലും EVM തകരാറ്, അതല്ലെങ്കിൽ മറ്റു തരത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചു തുടങ്ങി പല വിധത്തിലുള്ള നറേറ്റീവുകളുമായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ അവർ ഇറക്കാൻ പോകുന്നത്. ഇന്ന് ചർച്ചകളിൽ പങ്കെടുക്കാൻ പോലും മടിച്ചു മാറി നിൽക്കുകയാണ് കോൺഗ്രസ്സുകാർ. അവസാന നിമിഷമാണ് ചർച്ചകളിൽ പങ്കെടുക്കാമെന്ന് ഈ ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നത്. പക്ഷേ ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ പോലും പങ്കെടുക്കാൻ ധൈര്യമില്ലാതെ പരാജയം സമ്മതിച്ചുകൊണ്ട് അവർ ഒളിച്ചോടിയിട്ടുള്ള കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. തീർച്ചയായിട്ടും ഇത് രാജ്യത്തെ ജനങ്ങൾ കൊടുത്തിട്ടുള്ള വർദ്ധിതമായിട്ടുള്ള ഭൂരിപക്ഷം എന്ന് പറയുന്നത്, അല്ലാതെ ജനങ്ങൾ നൽകുന്ന ഭൂരിപക്ഷം എന്ന് പറയുന്നത്, അത് 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരിനെ സംബന്ധിച്ചോളം, 2 ടേം ജയിച്ച ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ചോളം 2 തവണത്തേതിനേക്കാൾ കൂടുതൽ ജനപിന്തുണയോടുകൂടി 3-ാം തവണയും അധികാരത്തിൽ വരിക എന്നുള്ളത് ലോകത്തെവിടെയും സംഭവിച്ചിട്ടില്ലാത്ത കാര്യമാണ്. ലോകത്ത് ഒരു രാഷ്ട്ര നേതാവിനും ഇതുപോലെയുള്ള ജനങ്ങളുടെ അംഗീകാരം കിട്ടിയിട്ടില്ല. അത് ലോകത്തെ എല്ലാ ആധുനിക ജനാധിപത്യ രാജ്യങ്ങളിലെയും തെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ എവിടെയും ഒരു രാഷ്ട്രീയ നേതാവിനും ഒരു ലോക നേതാവിനും ഇതുപോലെയുള്ള പിന്തുണ കിട്ടിയിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിൽ ഇതൊരു വലിയ റെക്കോർഡ് തന്നെയാണ്. 3-ാം തവണയും വർദ്ധിതമായ ഭൂരിപക്ഷത്തോടുകൂടി വലിയ വോട്ട് പെർസെന്റേജോടുകൂടി അധികാരത്തിൽ വരുന്നു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം നരേന്ദ്രമോദിക്കെതിരായി BJP സർക്കാരിനെതിരായി ഇവിടെ കെട്ടിപ്പൊക്കിയിട്ടുള്ള നുണക്കോട്ടകളൊക്കെ തകർന്നടിഞ്ഞു. നരേന്ദ്രമോദിയുടെ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾക്ക്, ജനങ്ങൾക്ക് നേരിട്ട് സഹായം എത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക്, രാജ്യത്തെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മോദി സർക്കാർ നടത്തിയിട്ടുള്ള സമഗ്രമായ പരിഷ്കരണങ്ങൾക്ക്, രാജ്യത്തെ സുരക്ഷ സംബന്ധിച്ച്, ദേശീയ സുരക്ഷ സംബന്ധിച്ചെടുത്തുള്ള കർശനമായ നിലപാടുകൾക്ക്, പാകിസ്ഥാനെയും ചൈനയെയും പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചെടുത്തുറപ്പിച്ച് നടത്തിയിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തിന്റെ ശത്രുക്കൾ അവർ ലോകത്ത് ഏതു ഭാഗത്ത് പോയി ഒളിച്ചാലും അവരെ വീട്ടിൽ കയറി വകവരുത്തുമെന്നുള്ള കർശനമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, എനിക്ക് ഏറെ എടുത്തു പറയാൻ സാധിക്കും, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീകളുടെ വലിയ പിന്തുണ ഈ രാജ്യത്ത് എല്ലായിടത്തും നരേന്ദ്രമോദി കിട്ടിയിട്ടുണ്ട്. മുസ്ലിം അമ്മമാരുടെ പിന്തുണ കിട്ടിയിട്ടുണ്ട്. മുസ്ലിം വോട്ട് BJP കിട്ടില്ല
മുസ്ലിം വോട്ട് BJPക്ക് അസ്പൃശ്യമാണ് എന്ന് പറഞ്ഞിരുന്ന കാലഘട്ടത്തിന് വിഭിന്നമായി അവരെ ഇത്രയും കാലത്തെ അടിമച്ചങ്ങലിൽ നിന്ന് മോചിപ്പിച്ച തങ്ങളുടെ രക്ഷകനാണ് നരേന്ദ്രമോദി എന്ന് മുത്തലാഖ് നിരോധനത്തിലൂടെ മനസ്സിലാക്കിയ മുസ്ലിം വീട്ടമ്മമാർ, അവർക്ക് ആനുകൂല്യം അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള പ്രധാനമന്ത്രിക്ക്, അവർക്ക് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജനയുടെ 6000 രൂപ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന പ്രധാനമന്ത്രിക്ക്, ജനൌഷധിയിലൂടെ വില കുറഞ്ഞ മരുന്നുകൾ നൽകുന്ന പ്രധാനമന്ത്രിക്ക്, ആദ്യമായി വീടുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പ്രയത്നിച്ച പ്രധാനമന്ത്രിക്ക് ഈ രാജ്യത്തെ സമസ്ത മേഖലകളിൽ നിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ട്, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും വോട്ട് ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ ടുഡേ ആക്സിസ് സർവേയുടെ പ്രദീപ് ഗുപ്തയൊക്കെ പറയുന്നത് കേരളത്തിലെ ക്രൈസ്തവ വോട്ടിൽ വലിയൊരു വിഭാഗം ഇത്തവണ BJPക്ക് കിട്ടി എന്നുള്ളതാണ്. ഇത് കേരളത്തിൽ BJPക്കെതിരായി, BJP വർഗീയ പാർട്ടിയാണ്, ക്രിസ്ത്യാനികൾക്കെതിരാണ്, മണിപ്പൂർ 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 എന്ന് ബസ്സിൽ ആളെ വിളിച്ചു കയറ്റുന്നത് പോലെ ഇവിടെ നിന്ന് ഘോരഘോരം സംസാരിച്ചിരുന്ന കോൺഗ്രസുകാർക്കും CPMകാർക്കും ഇവിടുത്തെ ചില മാധ്യമങ്ങൾക്കും മുഖത്ത് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം പ്രഹരമേൽപ്പിച്ചിരിക്കുകയാണെന്നാണ് ഈ എക്സിറ്റ് പോളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ എക്സിറ്റ് പോളിനപ്പുറം, എക്സിറ്റ് പോളുകളെ ഞങ്ങൾ ബഹുമാനിക്കുന്നു, പക്ഷെ അതിനപ്പുറമുള്ള ഒരു ജനവിധി, അതിനപ്പുറമുള്ള ഒരു ജനപ്രീതി, 400 സീറ്റിലധികം നേടിക്കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വരും എന്ന ഞങ്ങളുടെ പ്രഖ്യാപനത്തിന് ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്.